Hello children, welcome back to our class. In our last class, we have learned the basics of Scratch programming language. Today we are going to study how to create a new Scratch project. To create a new project in Scratch, click on the File menu on Toolbar. Then click on the New option. A new project will appear. This is how we can create a new project in Scratch. എങ്ങനെയാണ് സ്ക്രാച്ചിൽ പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. ഫസ്റ്റ് ടൂൾ ബാറിൽ കാണുന്ന ഫയൽ മെനുവിൽ ക്ലിക്ക് ചെയ്യുക, ദെൻ ന്യൂ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ന്യൂ പ്രൊജക്റ്റ് ഓപ്പൺ ആകുന്നു. ഇങ്ങനെയാണ് സ്ക്രാച്ച് പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇൻ സ്ക്രാച്ച് വിൻഡോ ഹിയർ വി ക്യാൻ സീ മോഷൻ ബ്ലോക്ക്. ലെറ്റ് us study about motion block. Motion block helps to give motion to sprite. This block adds movement to sprite to move on stage. Motion block has blue instruction boxes. Here we can see that. Blue instruction boxes. It provides some types of motions to sprite. They are moving sprite, turning sprite, then pointing in given direction. We will study it one by one. First one is moving sprite. It helps to move sprite in a specific direction. It helps to move sprite in a specific direction. Then next one is turning sprite. Typing in the number of degrees you want the sprite to rotate will turn the sprite. If you type in a negative number, the sprite will go in the opposite direction. Here we can type the number of degrees. The next one is pointing in given direction. It moves sprite to a given point on the stage. It helps sprite to change XY coordinates. മോഷൻ ബ്ലോക്കിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഒരു സ്ക്രാച്ച് വിൻഡോയുടെ ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് മോഷൻ ബ്ലോക്ക് കാണാൻ സാധിക്കുന്നത്. എന്തിനാണ് മോഷൻ ബ്ലോക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്? സ്പ്രൈറ്റിന്, അതായത് നമ്മുടെ ക്യാരക്ടറിന് മോഷൻ നൽകുന്നതിനാണ് നമ്മൾ മോഷൻ ബ്ലോക്ക് യൂസ് ചെയ്യുന്നത്. സ്റ്റേജിൽ സ്പ്രൈറ്റ് മൂവ് ചെയ്യുന്നതിനായിട്ടുള്ള മൂവ്മെന്റ് എല്ലാം മോഷൻ ബ്ലോക്കിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മോഷൻ ബ്ലോക്കിന് ബ്ലൂ കളർ ഇൻസ്ട്രക്ഷൻ ബോക്സ് ആണുള്ളത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ? ബ്ലൂ കളർ ഇൻസ്ട്രക്ഷൻ ബോക്സിലാണ് ഓരോ മോഷൻസും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെ ടൈപ്പ് മോഷൻ ആണുള്ളതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ മൂവിംഗ് സ്പ്രൈറ്റ്, ദെൻ സെക്കൻഡ് വൺ ടേണിംഗ് സ്പ്രൈറ്റ്, ദെൻ തേർഡ് വൺ പോയിന്റിംഗ് ഇൻ ഗിവൻ ഡയറക്ഷൻ. ഇനി ഇത് ഓരോന്നും എന്താണ് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് വൺ മൂവിംഗ് സ്പ്രൈറ്റ്. ഒരു സ്പെസിഫിക് ഡയറക്ഷനിൽ സ്പ്രൈറ്റിന് മൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ മൂവിംഗ് സ്പ്രൈറ്റ് എന്ന മോഷൻ യൂസ് ചെയ്യുന്നത്. ദെൻ ടേണിംഗ് സ്പ്രൈറ്റ്. ടേണിംഗ് സ്പ്രൈറ്റ് എന്ന് പറയുന്നത് സ്പ്രൈറ്റ് ടേൺ ചെയ്യുന്നതിന് അഥവാ റൊട്ടേറ്റ് ചെയ്യുന്നതിനൊക്കെയാണ് നമ്മൾ ടേണിംഗ് സ്പ്രൈറ്റ് എന്ന മോഷൻ യൂസ് ചെയ്യുന്നത്. നമ്പർ ഓഫ് ഡിഗ്രീസ് നമ്മൾ സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ സ്പ്രൈറ്റ് അത്രയും ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ നെഗറ്റീവ് ആയിട്ടാണ് നമ്പർ സ്പെസിഫൈ ചെയ്യുന്നതെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും സ്പ്രൈറ്റ് ടേൺ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് പോയിന്റിംഗ് ഇൻ ഗിവൺ ഡയറക്ഷൻ. സ്റ്റേജിൽ ഒരു ഗിവൺ പോയിന്റിലേക്ക് സ്പ്രൈറ്റ് മൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ പോയിന്റിംഗ് ഇൻ ഗിവൺ ഡയറക്ഷൻ എന്ന മോഷൻ യൂസ് ചെയ്യുന്നത്. ഇതിവിടെ നമുക്ക് XY കോർഡിനേറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ സ്റ്റേജിന്റെ എഡ്ജിൽ സ്പ്രൈറ്റ് ഹിറ്റ് ചെയ്യുവാണെങ്കിൽ സ്പ്രൈറ്റ് ജമ്പ് ചെയ്യുന്നതിന് ഈ ബ്ലോക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൂടാതെ റൊട്ടേഷൻ സ്റ്റൈല് സെറ്റ് ചെയ്യുന്നതിനും നമ്മൾ പോയിന്റിംഗ് ഇൻ ഗിവൺ ഡയറക്ഷൻ എന്ന മോഷൻ യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് pen blocks. Pen blocks of the scratch box are dark green color coded. Here we can see that dark green color. They are used to control pen aspect of scratch. This is assumed to be the least used category of blocks. The options available here are pen down. It draws a line as the sprite moves on the stage. Then next is pen up. Pen up. It withdraws or removes any trail of line of sprite. The next is change pen color. Change pen color. It is used to change color of the pen. Then next one is thickness of pen. It may also be selected by set pin size to block here. Pen blocks ne kurichana nammal paranjathu. Dark green color code ചെയ്തിരിക്കുന്നതാണ് pen block എന്ന് പറയുന്നത്. ഡാർക്ക് ഗ്രീൻ കളർ കോഡ് ചെയ്തിരിക്കുന്നതാണ് പെൻ ബ്ലോക്ക്. സ്ക്രാച്ചിന്റെ പെൻ അസ്പെക്ട് കൺട്രോൾ ചെയ്യുന്നതിനാണ് നമ്മൾ പെൻ ബ്ലോക്ക് യൂസ് ചെയ്യുന്നത്. അധികം യൂസ് ചെയ്യാത്ത ഒരു കാറ്റഗറിയാണ് ഈ പെൻ ബ്ലോക്ക് എന്ന് പറയുന്നത്. അതിൽ മെയിൻ ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് പെൻ ഡൗൺ, പെൻ അപ്പ്, ദെൻ ചേഞ്ച് പെൻ കളർ, ദെൻ തിക്നെസ് ഓഫ് പെൻ.
ഇത് ഓരോന്നും എന്താണ് നമുക്ക് നോക്കാം. ഈ പെൻ ഡൗൺ എന്ന് പറയുന്ന സ്റ്റേജിൽ സ്പ്രൈറ്റ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഒരു ലൈൻ വരയ്ക്കുന്നതിനാണ് നമ്മൾ ഈ പെൻ ഡൗൺ എന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. പെൻ അപ്പ് എന്ന് പറയുന്നത് പെൻ ഡൗൺ പ്രൊവൈഡ് ചെയ്യുന്ന ലൈൻ റിമൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ പെൻ അപ്പ് എന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ദെൻ പെന്നിന്റെ കളർ ചേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ ചേഞ്ച് പെൻ കളർ എന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ദെൻ തിക്നെസ് ഓഫ് പെൻ. തിക്നെസ് ഓഫ് പെൻ നമ്മൾ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? സെറ്റ് പെൻ സൈസ് എന്ന കമാൻഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ തിക്നെസ് ഓഫ് പെൻ സെറ്റ് ചെയ്യുന്നത്. All the instructions related to the movement of sprite are given in the motion block menu. To create a small scratch project and move sprite, first we have to open a scratch window. For that, click on the File tab, New. A new scratch window will appear. By default, the motion block palette is displayed on the left side of the scratch window, here. Then click on the Move 10 steps and drag this to script area. Then change the step number from 10 to 30 by typing in the number box. Then click on the block. Then we can see that the sprite moves the specified number of steps. Look here. Then drag and drop the turn 15 degrees block on the script area. Here. Then observe that the sprite turns 15 degrees when we click here. Sprite move ചെയ്യുന്നതിനായിട്ടുള്ള എല്ലാ ഇൻസ്ട്രക്ഷൻസും മോഷൻ ബ്ലോക്ക് മെനുവിൽ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. നമുക്കൊരു സ്മോൾ സ്ക്രാച്ച് പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അതിനായിട്ട് പുതിയതായിട്ടൊരു സ്ക്രാച്ച് വിൻഡോ ഓപ്പൺ ചെയ്യുക. ഫയൽ ടാബിൽ ക്ലിക്ക് ചെയ്യുക. Then ന്യൂ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയതായിട്ടൊരു സ്ക്രാച്ച് വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. സ്ക്രാച്ച് വിൻഡോയുടെ ലെഫ്റ്റ് സൈഡിൽ മോഷൻ ബ്ലോക്ക് പാലറ്റ് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ മൂവ് 10 സ്റ്റെപ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സ്ക്രിപ്റ്റ് ഏരിയയിലേക്ക് ഡ്രാഗ് ചെയ്യുക. ഇവിടെ നമ്പർ ബോക്സിൽ സ്റ്റെപ്പ് നമ്പർ 10 എന്നുള്ളത് 30 ആയിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ബ്ലോക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ സ്പെസിഫൈ ചെയ്ത അത്രയും നമ്പർ ഓഫ് സ്റ്റെപ്സ് സ്പ്രൈറ്റ് മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് 30 സ്റ്റെപ്സ് സ്പ്രൈറ്റ് മൂവ് ചെയ്യുന്നു. നെക്സ്റ്റ് ടേൺ 15 ഡിഗ്രീസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് സ്ക്രിപ്റ്റ് ഏരിയയിലേക്ക് ഡ്രാഗ് ചെയ്യുക. ദെൻ ആ ബ്ലോക്കിൽ ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? സ്പ്രൈറ്റ് 15 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നു. Next, we are going to study how to save a project. To save a project in Scratch, first click on the File menu on Toolbar. Then from here, click on the Save button. Save to your computer. Then Save a Project dialog box will appear. Then type the new file name in the file name box here. Then click on the Save button. Now our project is saved. എങ്ങനെയാണ് ഒരു സ്ക്രാച്ചിൽ പ്രൊജക്റ്റ് സേവ് ചെയ്യുന്നതെന്നാണ് നമ്മൾ പറഞ്ഞത്. സേവ് ചെയ്യുന്നതിനായിട്ട് ഫയൽ മെനുവിൽ ക്ലിക്ക് ചെയ്യുക. സേവ് ടു യുവർ കമ്പ്യൂട്ടർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സേവ് എസ് ഡയലോഗ് ബോക്സ് ഓപ്പൺ ആകുന്നു. ഇതിൽ ഒരു നെയിം ടൈപ്പ് ചെയ്യുക, ഒരു ഫയൽ നെയിം ടൈപ്പ് ചെയ്യുക. ഫയൽ നെയിം ടൈപ്പ് ചെയ്തതിനു ശേഷം സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെയാണ് സ്ക്രാച്ചിൽ ഒരു പ്രൊജക്റ്റ് നമ്മൾ സേവ് ചെയ്യുന്നത്. Next, we are going to study how to open an already saved project. For that, first click on the File tab, then click on the Open button, then type the file name or select the name from the drop-down list. Here we can type the file name, then click on the Open button. Then the file will be opened after clicking here. These are the steps to open a saved project in previous versions of Scratch. In the latest version of Scratch, the steps to open Scratch project is different.
in the latest version of Scratch, to open an already saved project, first click on the File tab, then click on the Load from your computer option. Then from there, click on the file name, then click on Open button. ഓൾറെഡി സേവ് ചെയ്ത ഒരു പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ പഠിച്ചത്. അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ ഫയൽ ടാബിൽ ക്ലിക്ക് ചെയ്യുക, ദെൻ ഓപ്പൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ വരുന്ന വിൻഡോയിൽ നിന്ന് നമ്മൾ ഫയൽ നെയിം ടൈപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് ഓപ്പൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഫയൽ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ദെൻ ഓപ്പൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സ്ക്രാച്ചിന്റെ പഴയ വേർഷൻസിലാണ് ഈ സ്റ്റെപ്പ് ഉപയോഗിച്ച് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. ഇനി പുതിയ വേർഷനിൽ എങ്ങനെയാണ് ഓൾറെഡി സേവ് ചെയ്ത ഒരു പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫയൽ ടാബിൽ ക്ലിക്ക് ചെയ്യുക, ദെൻ ലോഡ് ഫ്രം യുവർ കമ്പ്യൂട്ടർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ വരുന്ന വിൻഡോയിൽ നിന്നും നമുക്ക് വേണ്ട ഫയൽ സെലക്ട് ചെയ്ത് ഓപ്പൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ഫയൽ ഓപ്പൺ ആയിട്ടുണ്ട്. സോ ചിൽഡ്രൻ, today we have learned how to create a new Scratch project. I hope you have understood what we have learned. You have to read this chapter 2 times. Also do your exercises. Thank you children. See you in the next class.